സുബ്രഹ്മണ്യ ഭാരതിയാരുടെ കവിത ചൊല്ലിക്കൊണ്ട് ഉച്ചിമേട് വാനിടിந்து വീഴുകിன்ற പോകിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമില്ലേ. ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഭയമില്ല ഭയമില്ല ഭയമില്ല. നമ്മുടെ ഈ ഐക്യം കാരണം ഭയത്തിന്മേൽ വിജയം നേടിക്കൊണ്ട് ശത്രുഹൃദയങ്ങളിൽ ഭയം വിതച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ്. അപ്പൊ അങ്ങനെ ഒരു വിജയം നേടിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഭരണഘടനയും ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ഫെഡറലിസത്തെയും എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂ ഫാസിസ്റ്റ് ടെൻഡൻസി ഉള്ള ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല, ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തിയില്ല, CPIM ഒരു ഭാവിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഓരോ അക്രമങ്ങൾ നടക്കുമ്പോഴും അതിൽ ആ അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ചെങ്കോടിയുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആൾക്കാരാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ദരാങ്കിൽ നിന്ന് ഗാസയിലോട്ടുള്ള ദൂരം അധികമല്ല. ഫിസിക്കൽ ദൂരം ഒരുപക്ഷെ വലിയ ദൂരമായിരിക്കാം. പക്ഷെ ഇന്ത്യയിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നടപ്പിലാക്കി വരുന്ന നയങ്ങൾ അത് എങ്ങോട്ടാണ് പോകുന്നത്? നാസിറിനെയും ജുനേദിനെയും ഒരു ജീപ്പിന്റെ അകത്തിട്ട് തീ വെക്കുകയായിരുന്നു. എന്താണ് ഇവർ ചെയ്ത കുറ്റം? ഇവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്, മേവ് മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. അവരോട് നമ്മൾ വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന യദുകുലത്തിൽ നിന്ന് വരുന്നവരാണ്, ശ്രീകൃഷ്ണന്റെ കുലത്തിൽ നിന്ന് വരുന്നവരാണ് എന്നാണ് അവർ പറയുക. പശുക്കളെ വളർത്തിക്കൊണ്ട് പാല് വിറ്റ് ജീവിക്കുന്നവരാണവർ. പക്ഷെ RSSന്റെ നെറേറ്റീവ് എന്താ? ഗോഹത്യ നടത്തുന്നവരാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അതിന് വിപരീതമായ ഒരു ഇതാണ് അവിടെ കാണുന്നത്. 85% ഈ ഘാട്ട്മീക്ക എന്ന ഗ്രാമത്തിൽ 85% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, മേവ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. പക്ഷെ അവിടുത്തെ സർപഞ്ച്, പഞ്ചായത്തിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ സർപഞ്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത്രയും സാഹോദര്യത്തോടെ താമസിക്കുന്നവർ, സന്തോഷത്തോടെ താമസിച്ചുകൊണ്ടിരുന്നവർ. ഞാൻ ചിലപ്പോ പറയും ദ ഫാസിസ്റ്റ് ഹേറ്റ് ഹാപ്പിനെസ്. സന്തോഷത്തെ വെറുക്കുന്നവരാണ് ഈ ഫാസിസ്റ്റ് ശക്തികൾ. അവിടെ നിരന്തരം ആക്രമിക്കുന്നു. പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ടവർ, ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് എന്താ ചെയ്യുന്നു? ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ്. ഇവിടെ കോൺഗ്രസിനൊപ്പം UDFന്റെ ഭാഗമായിരിക്കുന്ന മുസ്ലിം ലീഗ് ഇവരാരെങ്കിലും ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ? പക്ഷെ ഇന്ന് കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് RSS എന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള BJP ആണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് വർഗീയ ഭരണകൂടം ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇതിനു മുമ്പും 90കളിൽ അതിന് ബാബറി മസ്ജിദിന്റെ വിഷയമായാലും ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട്, അത് ഇതിനു മുമ്പ് സംസാരിച്ച സഖാക്കൾ പറഞ്ഞതാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു 92-ന് ശേഷം. സമൂഹത്തിൽ വലിയ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ 47-ന് ശേഷം അത്രയും വലിയ രൂക്ഷമായ രീതിയിൽ ഇടപെടാൻ RSSന് മുമ്പ് സാധിച്ചിട്ടില്ല, സംഘപരിവാറിന് സാധിച്ചിട്ടില്ല. നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് 92-ന് ശേഷം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം. 2002-ൽ ഗുജറാത്ത് കലാപത്തിൽ അന്ന് ആ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഇന്ന് പ്രധാനമന്ത്രി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2014 മുതൽ ഇങ്ങോട്ട് എന്താ നടക്കുന്നത്? സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നത്. അധ്വാനിക്കുന്നവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും യുവാക്കൾക്കും നിരവധി വാഗ്ദാനങ്ങളായിരുന്നു. സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു.
കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും. കർഷക തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും നൽകും. യുവാക്കൾക്ക് എല്ലാ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. ഈ 10-11 വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ 10-11 വർഷങ്ങൾക്കിടയിൽ ഒന്ന്, വർഗീയ ധ്രുവീകരണം നിരന്തരമായി അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. 2014 തന്നെ നിരവധി ആൾക്കാരെയാണ് ആക്രമിച്ചുകൊണ്ട്, യുക്തിവാദികളെയും എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു, ദാബോൽക്കർ കൊല്ലപ്പെട്ടു, MM കൽബുർഗി കൊല്ലപ്പെട്ടു. അങ്ങനെ നിരവധി ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, അതിന് ഒത്താശ ചെയ്യുന്ന ഒരു സർക്കാർ, അതിന്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു സർക്കാർ. ഒരു ഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം കൊയ്യാനുള്ള, കൊള്ള ലാഭം കൊയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്ന ഒരു സമീപനം. ഈ നയത്തിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കർഷകന്റെ ആത്മഹത്യകൾ ഇല്ലാതാവും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാരാണ്. ഇന്നെന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം 5 ലക്ഷത്തോളം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഡെയിലി വേജ് വർക്കേഴ്സ് ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഈ 5 ലക്ഷത്തിൽ പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല, സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല. ചില സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറല്ല. അപ്പോൾ ഇതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത്. ഞാൻ തിരൂരിലോട്ട് വരുന്നത് 3 ദിവസത്തെ വിദർഭ യാത്രയ്ക്ക് ശേഷമാണ്. ആ വിദർഭയിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ 1000-ലധികം കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക്. നമ്മൾ അവരുടെ വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. എന്താണ് സ്ഥിതി? വീടുകൾ ചെറിയ കടമെടുത്തിരിക്കുന്നു. ഒരു സമ്പന്ന വർഗം, ധനിക വർഗം കടം നൽകുന്നു പാട്ടകൃഷിക്കാർക്ക്. ആ പാട്ടകൃഷിക്കാർക്ക് കടം നൽകുന്ന എത്രയാ പലിശ? പലിശ 120% പലിശ. 100 രൂപക്ക് 10 രൂപ മുതൽ 20 രൂപ വരെ എല്ലാ മാസവും പലിശ. ആ പാട്ടകൃഷിക്കാരൻ കൃഷി നശിക്കുന്നു. കൃഷി നശിക്കുമ്പോ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ഇൻഷുറൻസ് നൽകും എന്ന വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നു. ഇന്നെന്താ സംഭവിക്കുന്നു? ആ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ 57,000 കോടിയാണ് വൻകിട ഇൻഷുറൻസ് കമ്പനികൾക്ക് 2017-നും 2022-നും ഇടയിൽ ലാഭം കൊയ്യാൻ സാധിച്ചത്. അപ്പൊ ഈ പാവപ്പെട്ട കർഷകന് നൽകാനൊന്നുമില്ല. EMS ജീവിതം മുഴുവൻ സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതിയ ഒരു സഖാവാണ്. എല്ലാ വിധത്തിലും രാഷ്ട്രീയമായിട്ടും അതിനെതിരെ പ്രചരണത്തിനിറങ്ങിയും സംഘടനാപരമായും സാമ്രാജ്യത്വത്തിനെതിരെയും വർഗീയതക്കെതിരെയും നിന്നൊരു സഖാവാണ്. ഇന്ന് സാമ്രാജ്യത്വം വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. ഗാസയിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇസ്രയേലും അമേരിക്കയും കൂട്ടക്കുരുതി നടത്തുന്നത്. അതിനെതിരെ സമരങ്ങൾ ഒരുത്തിക്കൊണ്ടുവരാൻ ലോകത്തെല്ലായിടത്തും സമരങ്ങളും, പ്രത്യേകിച്ച് ഇടതുപക്ഷം നടത്തുന്നുണ്ട്. ഇവിടെ സമരങ്ങൾ നടത്തുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലസ്തീൻ അനുകൂലം ഇന്ത്യയുടെ നിലപാടായിരുന്നു. പാലസ്തീനിന് അനുകൂലം ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരമുഖത്തോട്ട് വരുമ്പോൾ, ഐക്യദാർഢ്യം സൂചിപ്പിക്കുമ്പോൾ അതിൽ മുന്നോട്ട് വരുന്നവരെ ദേശദ്രോഹ കുറ്റവും മറ്റും ചുമത്തുന്ന ഒരു സമീപനം. നമ്മൾ നിരവധി സമരങ്ങൾ കണ്ടിട്ടുണ്ട് ഈ 10 വർഷങ്ങൾക്കിടയിൽ. കിസാൻ ലോങ് മാർച്ച് നാസിക്കിൽ നിന്ന് മുംബൈ വരെ,
2020 ഡൽഹിയിൽ 380 ദിവസം നടന്ന സമരം കോർപ്പറേറ്റ് ഈ നവലിബറൽ നയങ്ങൾക്കെതിരെ നടന്ന സമരങ്ങളാണ്. ഈ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഓരോ സമയത്തും അതേ ഈ സംഘപരിവാർ ശക്തികൾ BJP എന്താ നടത്തിക്കൊണ്ടിരുന്നത്? 2014 ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഒരു കൂട്ടായ്മ നമ്മൾ സൃഷ്ടിച്ചു. കർഷകരും തൊഴിലാളികളും ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും യോജിച്ച് ആ ഓർഡിനൻസിനെതിരെ സമരം ഉയർത്തിക്കൊണ്ടുവന്ന് നരേന്ദ്രമോദി മുട്ടുമടക്കിക്കൊണ്ട് ആ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോ ഗോരക്ഷയുടെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. പെഹലു ഖാൻ കൊല്ലപ്പെട്ടു. ഈ പെഹലു ഖാൻ കൊല്ലപ്പെട്ടത് എവിടെയാണ്? ഡൽഹിയിൽ നിന്ന് അധികം അകലെയല്ല, 2 മണിക്കൂർ മാത്രം ദൂരത്താണ് മേവാത്ത് എന്ന പ്രദേശം. ആ മേവാത്തിൽ നമ്മളൊക്കെ പോവുകയുണ്ടായിരുന്നു. ആ പെഹലു ഖാന്റെ കുടുംബവും മറ്റ് ആക്രമിക്കപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സഹായം മറ്റും നൽകിക്കൊണ്ട് ചെങ്കോടിയുടെ പ്രസ്ഥാനം അന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് 2 മണിക്കൂർ അകലെയാണ്. എന്താണ് മറ്റ് പ്രതിപക്ഷത്ത് വർഗീയതക്കെതിരെ പൊരുതുന്നവർ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അവരാരെങ്കിലും ഈ പെഹലു ഖാന്റെ വീട് സന്ദർശിച്ചു? പെഹലു ഖാൻ മാത്രമല്ല, റബർ ഖാൻ കൊല്ലപ്പെട്ടു, ഉമർ ഖാൻ കൊല്ലപ്പെട്ടു. ഇതിനടുത്ത് നാസിറും ജുനേദും കൊല്ലപ്പെട്ടു. നാസിറിനെയും ജുനേദിനെയും ഒരു ജീപ്പിന്റെ അകത്തിട്ട് തീ വെക്കുകയായിരുന്നു. എന്താണ് ഇവർ ചെയ്ത കുറ്റം? ഇവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. മേവ് മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. അവരോട് നമ്മൾ വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന യദുകുലത്തിൽ നിന്ന് വരുന്നവരാണ്, ശ്രീകൃഷ്ണന്റെ കുലത്തിൽ നിന്ന് വരുന്നവരാണ് എന്നാണ് അവർ പറയുക. പശുക്കളെ വളർത്തിക്കൊണ്ട് പാല് വിറ്റ് ജീവിക്കുന്നവരാണ് അവർ. പക്ഷെ RSSന്റെ നെറേറ്റീവ് എന്താ? ഗോഹത്യ നടത്തുന്നവരാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അതിന് വിപരീതമായ ഒരു ഇതാണ് അവിടെ കാണുന്നത്. 85% ഈ ഘാട്ട്മീക്ക എന്ന ഗ്രാമത്തിൽ 85% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, മേവ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. പക്ഷെ അവിടുത്തെ സർപഞ്ച്, പഞ്ചായത്തിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ സർപഞ്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത്രയും സാഹോദര്യത്തോടെ താമസിക്കുന്നവർ, സന്തോഷത്തോടെ താമസിച്ചുകൊണ്ടിരുന്നവർ. ഞാൻ ചിലപ്പോ പറയും, ദ ഫാസിസ്റ്റ് ഹേറ്റ് ഹാപ്പിനെസ്. സന്തോഷത്തെ വെറുക്കുന്നവരാണ് ഈ ഫാസിസ്റ്റ് ശക്തികൾ. അപ്പൊ അവിടെ നിരന്തരം ആക്രമിക്കുന്നു. പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ടവർ, ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് എന്താ ചെയ്യുന്നു? ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ്. ഇവിടെ കോൺഗ്രസിനൊപ്പം UDFന്റെ ഭാഗമായിരിക്കുന്ന മുസ്ലിം ലീഗ്, ഇവരാരെങ്കിലും ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ? ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല, ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തിയില്ല, CPIMന് ഒരു ഭാവിയില്ല എന്നൊക്കെ പറയുമ്പോഴും, ഇങ്ങനെ ഓരോ അക്രമങ്ങൾ നടക്കുമ്പോഴും അതിൽ ആ അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം, ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ചെങ്കോടിയുടെ പ്രസ്ഥാനത്തിന്റെ കീഴ് ആൾക്കാരാണ്. ഹൽദ്വാനി ഉത്തരാഖണ്ഡിൽ ഏകദേശം 2% മറ്റോ ആണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. വളരെ സാഹോദര്യത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നവർ. പക്ഷെ ഹരിദ്വാറിൽ ഒരു ധരം സൻസദ് നടത്തിക്കൊണ്ട് ഹിന്ദുത്വ ശക്തികൾ അവിടുന്ന് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഒരു കോൾ കൊടുക്കുന്നു. ഈ ഹൽദ്വാനിയിൽ ഒരു 100 വർഷത്തിലധികമായി താമസിക്കുന്നവർ പെട്ടെന്ന് ഒരു ദിവസം അത് റെയിൽവേയുടെ ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ട് ബുൾഡോസർ രാജാന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഹൽദ്വാനിയിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്കെതിരെയാണ് എന്നിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ഹൽദ്വാനിയിൽ സഖാവ് ബൃന്ദാക്കാരാട്ടും നമ്മളെല്ലാവരും പോവുകയുണ്ടായി. കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പ്രതിപക്ഷം. എന്താ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. വല്ലതും അവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവുമോ എന്ന ഭയം. അതാണ് കോൺഗ്രസ് ചെയ്തത്. ദറാങ്, ആസാമിൽ ദറാങ് നിങ്ങൾ കണ്ടു കാണും. ഈ ദറാങ്കിൽ
മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, കർഷകർ എത്രയോ വർഷങ്ങളായി, 100 അതിനേക്കാളും കൂടുതൽ വർഷങ്ങളായി കൃഷി ചെയ്തുകൊണ്ട് വരുന്നത് കുടിയൊഴിപ്പിക്കുന്നു ബുൾഡോസർ രാജിന്റെ ഭാഗമായിട്ട്. നമ്മൾ ആ ദരാങ്കിൽ പോവുകയുണ്ടായി, റിലീഫുമായിട്ട് പോവുകയുണ്ടായി. 2 കർഷകരാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് മരിച്ചു വീണ ആളെ മേത്ത് കയറി നൃത്തം ചെയ്യുന്ന നിങ്ങൾ കണ്ടു കാണും. ഞാൻ അവിടെ ആ ഗ്രാമങ്ങൾ സന്ദർശിച്ചപ്പോ എന്താ കണ്ടത്? ചെറുപ്പത്തിൽ ഗാന്ധി സിനിമയിൽ ഇന്ത്യൻ പാർട്ടീഷന് ശേഷം റെഫ്യൂജികൾ താമസിക്കുന്ന ചിത്രം അതെന്റെ മനസ്സിൽ ഇന്നുണ്ട്. ഭീഷ്മ സാനിയുടെ തമസിൽ, ഗോവിന്ദ് നിഹലാനിയുടെ തമസിൽ പാർട്ടീഷന് ശേഷത്തെ സ്ഥിതി ഇന്ന് ആ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ കർഷകർ താമസിക്കേണ്ടി വരുന്നു. സ്വന്തം നാട്ടിൽ, അവിടെ കൃഷി ചെയ്ത് വന്ന ഒരു സ്ഥലത്ത്, ആ പ്രദേശത്ത് സർക്കാർ സ്കൂളുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അവർ അന്യ നാട്ടുകാരാവുന്നു. ഇന്ത്യക്കാരല്ല, അവർ ബംഗ്ലാദേശി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ദരാങ്കിൽ നിന്ന് ഗാസയിലോട്ടുള്ള ദൂരം അധികമല്ല. ഫിസിക്കൽ ദൂരം ഒരുപക്ഷെ വലിയ ദൂരമായിരിക്കാം. പക്ഷെ ഇന്ത്യയിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നടപ്പിലാക്കി വരുന്ന നയങ്ങൾ അത് എങ്ങോട്ടാണ് പോകുന്നത്? സഖാവ് KEN ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, കേരളത്തിലും EMSന്റെ ലോകത്തെ പറ്റി സംസാരിക്കുമ്പോൾ കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ എന്താ ഞാൻ കാണും, എനിക്ക് ഉത്തരാഖണ്ഡ് പാർട്ടി ചുമതല എനിക്കാണ്. ആ ഉത്തരാഖണ്ഡിൽ വളരെ ഒരു സൗഹാർദ്ദമായി ജീവിക്കുന്ന ഒരു മുസ്ലിം ഹിന്ദു വിഭാഗം ഇപ്പൊ പെട്ടതെന്താ, പുതിയ പുതിയ ഉത്സവങ്ങൾ വരുന്നു. ഉത്സവങ്ങളുടെ കൂടെ ഘോഷയാത്രകൾ വരുന്നു. പള്ളിയുടെ അടുത്തെത്തുമ്പോ അവരെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യണം എന്ന രീതിയിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഇതിനടുത്ത് പേരാമ്പ്രക്കടുത്തൊരു പരിപാടിക്ക് മൂർത്തിമാഷ അനുസ്മരണത്തിന് പോയി. മൂർത്തിമാഷ അനുസ്മരണത്തിന് പോകുമ്പോ ആ വഴിക്ക് ഗണേശ് ചതുർത്ഥി, അല്ല എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ആചരിക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ഗണേശ് ചതുർത്ഥി ആരാ ആചരിക്കുന്നത്? ബജ്രംഗ് ദൾ. ആരാ ഈ ബജ്രംഗ് ദൾ? ബജ്രംഗ് ദൾ പള്ളി പൊളിക്കാനും ബാബറി മസ്ജിദ് പൊളിക്കാനും ഗുജറാത്തിലെ വംശഹത്യക്കും അതിന്റെ മുന്നിൽ നിന്ന ആൾക്കാരാണ് ആ ബജ്രംഗ് ദൾ. നിരവധി ചെറുപ്പക്കാർ ബൈക്ക് റാലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൺ ഫോം ഓഫ് കമ്മ്യൂണലിസം ഫീഡ്സ് ഓൺ ആൻഡ് ഗ്രോസ് ഓൺ അതർ. ഒരു വർഗീയത, ന്യൂനപക്ഷ വർഗീയത മറ്റ് മെജോറിറ്റി കമ്മ്യൂണലിസത്തിന്റെ ബേസിസിൽ വളരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു വർഗീയത വളരുന്നു. രണ്ടും ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ്. ആ രീതിയിൽ അപ്പൊ 2 വർഗീയതക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധം തീർക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ തൊഴിലാളികളും കർഷകരും എല്ലാം യോജിച്ചുകൊണ്ടുള്ള ഒരു സമരത്തോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ ഒരു വിള്ളലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കും. 2020 നടന്ന ആ സമരം നമ്മൾക്ക് എന്താ കാണിക്കുന്നത്? 2020 സമരം നടന്നപ്പോൾ നരേന്ദ്രമോദി ഈ 3 നിയമങ്ങൾ കൊണ്ടുവന്ന കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ്. ആ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ലോകം മുഴുവൻ ലോക്ക്ഡൌൺ കാലത്ത് ഈ മഹാമാരിയുടെ ഭീതി കാരണം വീടുകളിൽ ഇരിക്കുമ്പോൾ
ഇന്ത്യൻ കർഷകരും തൊഴിലാളികളും ആ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ സമരമുഖത്തോട്ടായിരുന്നു. The whole world was under lockdown. The fear of the disease, the pandemic was there. പക്ഷെ കർഷകർക്കും തൊഴിലാളികൾക്കും ഈ നിയമങ്ങൾ നടപ്പിലായാൽ ഇന്ത്യൻ കർഷകർക്കും ഇന്ത്യൻ തൊഴിലാളികൾക്കും ഒരു ഭാവിയില്ല എന്ന തിരിച്ചറിവുകൊണ്ട് ആ സമയത്ത് ആ സമരത്തിൽ പങ്കെടുത്തു. മോദി എന്താ ശ്രമിച്ചേ? ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഖാലിസ്ഥാനികളാണ് ഇതിന് പിന്നിൽ എന്ന് ആദ്യത്തെ പ്രചരണം അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനി ഏജന്റ് ആണ് എന്ന് പ്രചരിപ്പിച്ചു തുടങ്ങി. അതൊന്നും നടക്കാത്തപ്പോ പിന്നെ ചൈന ഏജന്റുമാരാണ് എന്ന് പറഞ്ഞു. പക്ഷെ 380 ദിവസം നടന്ന ആ സമരത്തിനിടയിൽ മുസഫർ നഗറിൽ വെച്ച് ഒരു മഹാപഞ്ചായത്ത് നടക്കുകയുണ്ടായിരുന്നു. ആ മുസഫർ നഗർ മഹാപഞ്ചായത്ത് അതിൽ ഐതിഹാസികമായ ഒരു മഹാപഞ്ചായത്ത്. എന്തെന്നാൽ ആ മുസഫർ നഗറിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട്, ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചുവെന്നാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. ആ മുസഫർ നഗറിൽ കർഷകരും തൊഴിലാളികളും യോജിച്ചുകൊണ്ട് പറഞ്ഞത്, നമ്മൾ ഹിന്ദുക്കളോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യാനോ അല്ല, നമ്മൾ കർഷകരും തൊഴിലാളികളുമാണ്. ഈ ഇന്ത്യയെ കെട്ടി ഉയർത്തിയത് കർഷകരും തൊഴിലാളികളുമാണ്. നമ്മൾ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വിള്ളൽ ഉണ്ടാവാൻ പാടില്ല, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 380 ദിവസം കൊടും കാറ്റിലും കൊടും ചൂടിലും മഴയത്തും നടന്ന ഒരു സമരമാണ്. 736 സമരസഖാക്കളാണ് മരിച്ചു വീണത് ആ സമരത്തിനിടയിൽ. അങ്ങനെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ആ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അത് വിജയിച്ചത് നരേന്ദ്രമോദി മുട്ട് മടക്കിക്കൊണ്ട് ഈ 3 കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. കർഷകർ എന്തുകൊണ്ട് സമരമുഖത്ത്? ആത്മഹത്യ ചെയ്യുന്ന കർഷകർ. ഞാൻ ഈ വിദർഭയിൽ യാത്രക്കിടയിൽ കണ്ടത് എന്താണ്? സോയാബീനാണ് കൃഷി ചെയ്യുന്നത്. സോയാബീനിന് 5300 മറ്റോ താങ്ങുവിലയുണ്ട്. പക്ഷെ കർഷകർക്ക് ഒരു ക്വിന്റലിന് കർഷകർക്ക് 4000 രൂപയാണ് കിട്ടുന്നത്. കോർപ്പറേറ്റുകൾ സോയാബീനിന്റെ പച്ച സോയാബീൻ 1 കിലോ 1400 വിൽക്കുന്നുണ്ട്, എടമാമേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ക്വിന്റലിന് എത്ര? 1,40,000 രൂപ അല്ലെ? എന്റെ കണക്ക് ശരിയാണെങ്കിൽ 1,40,000 രൂപ ഒരു ക്വിന്റലിന്. കർഷകന് 4000, കോർപ്പറേറ്റുകൾക്ക് അദാനിയും അംബാനിയും അതുമാതിരി കോർപ്പറേറ്റുകൾക്ക് 1,40,000. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും അവരുടെ ഐക്യം തുടർന്നാൽ അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കില്ല. അതിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിള്ളൽ കൊണ്ടുവരണം. ബ്രിട്ടീഷുകാർ മുമ്പ് നടത്തിയ മാതിരി ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, വിഭജിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ഒരു ശ്രമം അതാണ് നടത്തുന്നത്. അതിനെതിരെയാണ് നമ്മൾ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന സമരം. തീർച്ചയായിട്ടും ഇന്നിവിടെ സംസാരിക്കുന്ന സഖാക്കൾ വളരെ പ്രഗത്ഭരായ സഖാക്കൾ, അവർ ഇതിന്റെ മറ്റു വിഷയങ്ങളിലോട്ടൊക്കെ കടന്നു. പക്ഷെ നമ്മൾ അന്ന് ആ സമരം നടത്തിയപ്പോ ഒരു കാര്യം, സോവിയറ്റ് യൂണിയൻ കൊലാപ്സിന് ശേഷം കമ്മ്യൂണിസത്തിന് ഒരു ഭാവിയില്ല, സോഷ്യലിസത്തിന് ഒരു ഭാവിയില്ല എന്ന് പ്രവചിച്ചുകൊണ്ടിരുന്ന നിരവധി ആൾക്കാരുണ്ട്. ത്രിപുരയിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടപ്പോൾ ഇടതുപക്ഷത്തിന് ഇനി ഭാവിയില്ല ഇന്ത്യയിൽ എന്ന് പ്രവചിച്ചവർ നിരവധി. ത്രിപുരയിൽ തോൽവിക്ക് ശേഷമാണ് നാസിക്കിൽ നിന്ന് മുംബൈയിലോട്ട് 50,000-ത്തിലധികം ആൾക്കാർ 186 കിലോമീറ്റർ ചോരയൊലിക്കുന്ന കാലുകളുമായി, വിണ്ടുകീറിയ കാലുകളുമായി നടന്നുകൊണ്ട് അവിടുത്തെ ദേവേന്ദ്ര ഫഡ്നവിസ് സർക്കാർ, BJP സർക്കാരിനെ മുട്ട് കുത്തിച്ച് എല്ലാ 12 ആവശ്യങ്ങളും നേടിയെടുത്തത്. അങ്ങനെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഈ സമരം വിജയിച്ചപ്പോൾ
നോം ചോംസ്കി ഈ സമരത്തെ പറ്റി പറഞ്ഞത്, ഇറ്റ് ഇസ് നോട്ട് എ വിക്ടറി ഓൺലി ഫോർ ഇന്ത്യൻ ഫാമേഴ്സ്, it is a beacon of hope for all those who are struggling against fascism, against capitalism എന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരെയും ഫാസിസത്തിനെതിരെയും പൊരുതുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്ന പ്രതീക്ഷയുടെ വിളക്കാണ് എന്നാണ് ഈ സമരത്തെ പറ്റി പറഞ്ഞത്. ആ സമരം വിജയിക്കാൻ കാരണം നമ്മുടെ ആ ഐക്യമായിരുന്നു. ആ ഐക്യത്തെ ഭയക്കുന്നവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. അവരുടെ ബുൾഡോസറുകൾക്ക് മുന്നിൽ കർഷകരുടെയും നമ്മുടെ ചെങ്കൊടികൾ അതിന് ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരിതാണ് കാണുന്നത്. അത് ഈ സമരമായാലും ഗ്രേറ്റർ നോയിഡയിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാരുള്ള ഉത്തർപ്രദേശിൽ കർഷകർ നേടിയെടുത്ത വിജയവും മറ്റും അങ്ങനെയാണ്. അത് അന്ന് ആ സമരത്തിനിടയിൽ തമിഴ്നാട്ടിൽ നിന്ന് നിരവധി കർഷകർ, കേരളത്തിൽ നിന്നും ഇവിടെയും ഇന്ന് രാവിലെ നമ്മുടെ ഒരു സഖാവ് ആ സമരത്തിൽ കൊടും തണുപ്പിൽ അവിടെ ഡൽഹി വന്ന് സമരത്തിൽ പങ്കെടുത്ത ഒരു സഖാവിനെ ഇവിടെ കാണാനുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന സഖാക്കൾ നമ്മളോട് പറയാറുണ്ട്, സുബ്രഹ്മണ്യ ഭാരതിയാരുടെ കവിത ചൊല്ലിക്കൊണ്ട്, ഉച്ചിമേട് വാനിടിந்து വീഴുകിன்ற പോകിലും അച്ചമില്ലൈ അച്ചമില്ലൈ അച്ചമില്ലൈ. ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഭയമില്ല ഭയമില്ല ഭയമില്ല. നമ്മുടെ ഈ ഐക്യം കാരണം ഭയത്തിന്മേൽ വിജയം നേടിക്കൊണ്ട് ശത്രുഹൃദയങ്ങളിൽ ഭയം വിതച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ്. അപ്പൊ അങ്ങനെ ഒരു വിജയം നേടിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഭരണഘടനയും ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ഫെഡറലിസത്തെയും എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂ ഫാസിസ്റ്റ് ടെൻഡൻസി ഉള്ള ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അതിനെതിരെ, ഈ വർഗീയ ശക്തികൾക്കെതിരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു ഐക്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അധ്വാനിക്കുന്നവരുടെയും കർഷകരുടെയും ജീവൻ മരണ വിഷയങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയത്തിലോട്ട് നമ്മൾ അവരെ നയിക്കേണ്ടതുണ്ട്. അതിൽ EMS കാട്ടിയ വഴി നമ്മൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു സഹായമായിരിക്കും. ഇറ്റ് വിൽ ബി, ചോംസ്കി പറഞ്ഞ മാതിരി EMSന്റെ പ്രവർത്തനങ്ങളും എഴുത്തുകളും is a beacon of hope for all of us. That will save our country. അത് ഇന്ത്യയെ സംരക്ഷിക്കും, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കും, ഇന്ത്യൻ ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.